എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചാപ്റ്ററാണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നമുക്ക് ഒരു 1 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? യെസ്. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഡിഫറൻറ്റ് സോഴ്സസിൽ ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആൾ ബിസിനസിന്റെ ഓണറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അയാൾ ഓണറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ പോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ, പക്ഷെ അവിടെ ഓണറായിട്ട് മാറുന്നില്ല, വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നില്ല. പകരം എല്ലാ മാസവും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് ആണ് കിട്ടുന്നത്. ആൻഡ് ദെൻ കമ്പനി ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ കമ്പനി പിരിച്ചുവിടുന്ന ടൈമിൽ അവർക്കുള്ള എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളവർക്കുള്ള എമൗണ്ട് കൊടുക്കുന്നത്. അതാണ് പ്രിഫറൻസ് ഷെയറിൽ അവർക്ക് കിട്ടുന്ന പ്രിഫറൻസ്. അടുത്താണ് റീറ്റേൺഡ് ഏർണിങ്സ്. ബിസിനസ്സിലുള്ള അതേ ഫണ്ട് തന്നെ വീണ്ടും നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമ്മൾ പൈസ ബോറോ ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. കടപ്പത്രം എന്ന് നമ്മൾ പറയും. എല്ലാ മാസവും നമ്മൾ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്നത് എന്താ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് അവിടെ നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ മണി അക്സെപ്റ്റഡ് ബൈ ബാങ്ക് ഫോർ എ ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് പണം അക്സെപ്റ്റ് ചെയ്തു, ഷോർട്ട് പീരീഡിലേക്ക്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാങ്ക് ലോൺസ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയാമോ? ക്രെഡിറ്റ് ഗീവൺ ബൈ സപ്ലയർ വൈൽ ബൈയിങ് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് സപ്ലയർ ക്രെഡിറ്റ് ആയിട്ട് അതിന് തരുന്നു. അതിന് നമ്മൾ എന്താണ് പറയുന്നത്, ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്. ദെൻ നെക്സ്റ്റ് ഓൺ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ചാൽ പ്രോമിസറി നോട്ടാണ്. ഓക്കെ, ഒരു ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ചാൽ 90 days to 364 days ആണ് അതിൻ്റെ ഒരു കാലാവധി. ലാസ്റ്റ് ഓൺ ഫാക്ടറിങ് എന്ന് വെച്ചാൽ നമുക്ക് റിസീവ് ചെയ്യണം. ഞാൻ ബിസിനസ് നടത്തുകയാണെങ്കിൽ എനിക്ക് റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് എനിക്ക് അർജന്റായിട്ട് വേണം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഫാക്ടറിനെടുത്ത് ആ റിസീവബിൾസ് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഈ ഫാക്ടറാണ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പൈസ പിന്നീട് പോയി കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.